ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പം നമ്മൾ യൂണിറ്റ് 6ലും 7ലും നമ്മൾ എന്താ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഗോസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൻ്റെ അതേ തുടർച്ചയാണ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അങ്ങനെ 3 ഗോസ്റ്റുകളെ കുറിച്ചാണ്, 3 സ്പിരിറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ 2 സ്പിരിറ്റ് വന്നിട്ട് പോയി. ഇനി നമ്മൾ യൂണിറ്റ് 8ല് 3rd സ്പിരിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് പറഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ക്രിസ്മസ് കരോൾ പാർട്ട് 3 എന്നിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് വാസ് നൗ ടൈം ഫോർ ദ അപ്പിയറൻസ് ഓഫ് ദ 3rd സ്പിരിറ്റ്. അങ്ങനെ 3ാമത്തെ സ്പിരിറ്റ് വരികയാണ്. ആരിൻ്റെ ജീവിതത്തിലേക്കാണ് ഇത് വരുന്നത്? ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്? സ്ക്രൂജിന് അല്ലേ. ആര് കാണിച്ചു കൊടുക്കുന്നു? നേരത്തെ ഉണ്ടായിരുന്ന അവരെ ക്ലർക്ക് അല്ലേ. അപ്പൊ അവരാണ് ഈ സ്പിരിറ്റുകൾ ഓരോന്നും കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ 3rd സ്പിരിറ്റ് വന്നു. സ്ക്രൂജ് റിമെമ്പേർഡ് ദ പ്രിഡിക്ഷൻ ഓഫ് ദ ഓൾഡ് ജേക്കബ് മാർലി. അപ്പൊ മാർലി ആരായിരുന്നു? അയാളുടെ ക്ലർക്ക് ആയിരുന്നു അല്ലേ. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അയാളൊരു പ്രിഡിക്ഷൻ നടത്തിയിരുന്നു. പ്രിഡിക്ഷൻ പറഞ്ഞാൽ പ്രവചിക്കുക അല്ലേ. ഇങ്ങനെ ആവും, ഇങ്ങനെ ആയിരിക്കും എന്നാണ് പ്രവചിക്കുന്നത്. അപ്പോ ലിഫ്റ്റിംഗ് അപ്പ് ഹിസ് ഐസ് ഹി സാ എ ഫാന്റം കമ്മിങ് ലൈക്ക് എ മിസ്റ്റ് അലോങ് ദ ഗ്രൗണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? മാർലെ പ്രഡിക്ഷൻ ചെയ്ത പോലെ, മാർലെ പ്രവചിച്ച പോലെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ എന്താണ്, കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അയാൾ എന്താ കണ്ടത്? സ്ക്രൂജ് എന്ത് കണ്ടു? എ ഫാന്റം കമ്മിങ്. ഫാന്റം മീൻസ് എന്താ? പ്രേതത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഫാന്റം എന്ന് പറയുന്നത്. ഗോസ്റ്റ്, അതാണ് ഫാന്റം. ഫാന്റം കമ്മിങ് ലൈക്ക് എ മിസ്റ്റ് അലോങ് ദ ഗ്രൗണ്ട്. എങ്ങനെ പ്രേതം വരിക? അങ്ങനെ മിസ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലെ. മിസ്റ്റ് പറഞ്ഞ എന്താണ്? ആ പുകമറ. ആ പുകമറ ഇങ്ങനെ നീക്കിക്കൊണ്ടായിരിക്കും ആര് വരുന്നത്? പ്രേതം വരുന്നത്. അപ്പോൾ സ്ക്രൂജ് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ കണ്ടത്? പുകമറ ഇങ്ങനെ നീക്കിക്കൊണ്ട് എന്ത് വരുന്നു? ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാന്റം ഇങ്ങനെ വരികയാണ്. ടുവേഴ്സ് ഹിം. ആരിന്റെ അടുത്തേക്ക് വരുന്നു? സ്ക്രൂജിന്റെ അടുത്തേക്ക് വരുന്നു. It was covered in a deep black garments and nothing of the ghost was visible except its outstretched hand. Stretched hand. അപ്പൊ എന്താ പറയണെന്ന് പറഞ്ഞാൽ it was covered in a deep black garments. അത് പറഞ്ഞാൽ അവര് ധരിച്ചിരിക്കുന്ന വസ്ത്രം എങ്ങനെയായിരുന്നു? നല്ല കറുത്ത വസ്ത്രമായിരുന്നു ധരിച്ചത്. Nothing of the ghost was visible. എന്താണ്? ഗോസ്റ്റിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? കാണാനേ സാധിക്കുന്നില്ല. എക്സെപ്റ്റ് ഇറ്റ്സ് ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ്. എന്താ പറയാ? ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ് പറഞ്ഞാൽ എന്താണ്? വെളിയിൽ ഒരു കൈന്റെ അത് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എല്ലാം എന്ത് കളറാ? ബ്ലാക്ക് കളർ. അങ്ങനെ ഗോസ്റ്റ് വരും. ഗോസ്റ്റിനെ നമുക്ക് എന്താണ്? വിസിബിൾ അല്ല, കാണാൻ കഴിയില്ല. അങ്ങനെ കറുത്ത ഒരു രൂപം, എന്താണ്? കൈ മാത്രമാണ് കാണുന്നത്. മനസ്സിലായോ? സ്ക്രൂജ് വാസ് ടെറിഫൈഡ് ഓഫ് ദ ഗോസ്റ്റ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നമ്മളാണെങ്കിലും രാത്രി കണ്ടെന്തായിരിക്കും? ഭയങ്കര പേടിയായിരിക്കും അല്ലെ. ടെറിഫൈഡ് മീൻസ് എന്താണ്? ഭയങ്കര ഭയാനകമായ. അപ്പൊ സ്ക്രൂജ് എന്ത് ചെയ്തു? പേടിച്ചു. I mean in presence of the ghost of Christmas yet to come, asked Scrooge. എന്താ പറയണത്? Am I in the presence of the ghost of Christmas? ഇനി വരാൻ പോകുന്ന ക്രിസ്മസിന്റെ ഗോസ്റ്റ് ആണോ? Yet to come. എന്താണ്? ഇനി വരാൻ പോകുന്ന ക്രിസ്മസിലെ ആസ്ക് സ്ക്രൂജ്. എന്താ പറഞ്ഞത്? അപ്പൊ ഫ്യൂച്ചർ ഗോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നത്. സ്പിരിറ്റ് ഡിഡ് നോട്ട് ആൻസർ. പക്ഷേ സ്പിരിറ്റ് എന്ത് ചെയ്തില്ല? അതിന് മറുപടി കൊടുത്തില്ല. ബട്ട് പോയിന്റഡ് ഡൗൺവേർഡ് വിത്ത് ഹിസ് ഹാൻഡ്. പക്ഷെ എന്ത് ചെയ്തു? കൈ മാത്രം താഴേക്ക് എന്ത് ചെയ്തു? ചൂണ്ടിട്ട് പറഞ്ഞു. ഡൗൺവേർഡ് ഇൻ ഇറ്റ്സ് ഹാൻഡ്. ഓൾദോ വെൽ യൂസ്ഡ് ടു ഗോസ്റ്റി കമ്പനി ബൈ ദിസ് ടൈം. അപ്പൊ എന്താണ്? ഓൾദോ വെൽ യൂസ് ടു ഗോസ്റ്റി കമ്പനി ബൈ ദിസ് ടൈം. ഈ സമയം എന്താണ്? എന്റെ കൂടെ കമ്പനി ആവുക. എന്നിട്ട് എന്താണ്? സ്ക്രൂജ് ഫിയർഡ് ദ സൈലന്റ് ഷേപ്പ് സോ മച്ച് ദാറ്റ് ഹി ഫൗണ്ട് ഹി കുഡ് ഹാർഡ്ലി സ്റ്റാൻഡ്. എന്താണെന്ന്? സ്ക്രൂജ് ഫിയർഡ്. എന്താണെന്ന്? അയാളുടെ എന്താണ്? ആ ഗോസ്റ്റിന്റെ കൂടെ കൂടാൻ ഭയങ്കര പേടി തോന്നി സ്ക്രൂജിന്. ആൻഡ് സൈലന്റ് ഷേപ്പ്. എന്താണ്? ഒരു ഷേപ്പും ഇല്ല, ഒരു കറുത്ത ഒരു ഡ്രസ് മാത്രമാണ്. സോ മച്ച് ദാറ്റ് ഹി ഫൗണ്ട് ഹി കുഡ് ഹാർഡ്ലി സ്റ്റാൻഡ്. ശരിക്കും എന്താണ്? നിൽക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയാണ് അവിടെ ഗോസ്റ്റ് നിൽക്കുന്നത്. ഗോസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പൊ എന്താ പറയണത്? നിങ്ങളാണോ ഇനി ഗോസ്റ്റ് ഓഫ് ഫ്യൂച്ചർ? ഫ്യൂച്ചർ പറഞ്ഞാൽ എന്താണ്? ഇനി വരാൻ പോകുന്ന കാലത്തിലെ ഗോസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. ഹി എക്സ്ക്ലെയിം, ഐ ഫിയർ യു ബട്ട് ഐ നോ യുവർ പർപ്പസ് ഈസ് ടു ഡു മീ ഗുഡ്. അപ്പോൾ എനിക്കറിയാം
എന്താണ്, എന്തായാലും എന്തായിരിക്കും, എനിക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ആം പ്രിപ്പയർഡ് ടു ബിയർ യുവർ കമ്പനി. എന്തായാലും ഞാൻ നിങ്ങളുടെ കമ്പനി സ്വീകരിക്കാൻ ഇഷ്ടമാണ്. വിൽ യു നോട്ട് സ്പീക്ക് ടു മീ? എന്നോട് സംസാരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. The ghost did not reply but took him through the city to a group of businessmen. ഒന്നും സംസാരിച്ചില്ല. ഗോസ്റ്റ് എന്ത് ചെയ്തു? ഒന്നും പറയാതെ സ്ക്രൂജിനെ എവിടേക്കാ കൊണ്ടുപോയത്? ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് മാൻ, സിറ്റിയിലെ ഒരുപാട് ബിസിനസ് മാനുകളെല്ലാം കൂടി ചേരുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി. They were talking about another businessman who had just died. ആ ബിസിനസ്മാൻ എല്ലാവരും എന്താണ്, ഒരാളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരാളെ മരിച്ചു. ആ മരിച്ച ബിസിനസ്മാനെ കുറിച്ചാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത്. Nobody wanted to attend his funeral. Funeral എന്ന് പറഞ്ഞാൽ എന്താണ്? funeral എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ശവസംസ്കരിക്കില്ലേ, അതിനെയാണ് പറയുന്നത്. അതിന് ആരും തന്നെ എന്താണ് wanted to attend his funeral പറഞ്ഞാൽ എന്താണ്, ഒരാളും അവരെ എന്താണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കൂട്ടാക്കിയില്ല. They talk about the dead man mockingly. പക്ഷെ ഡെഡ് മാനെ കുറിച്ച് മോക്കിംഗ് ആയിട്ട് പറഞ്ഞു. മോക്കിംഗ് മീൻസ് എന്താണ്? കളിയാക്കിട്ടല്ലേ, എന്നാ കളിയാക്കിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നോട്ട് എ സിംഗിൾ പേഴ്സൺ മോർണഡ് ഫോർ ഹിം. ഒരാൾ പോലും അയാൾക്ക് വേണ്ടി എന്ത് ചെയ്തില്ല, ദുഃഖിച്ചില്ല. ആ ബിസിനസ്മാൻ മരിച്ചു എന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒരാൾ പോലും അയാളുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞില്ല. അയാളെ കുറിച്ച് കളിയാക്കിക്കൊണ്ട് പറയല്ലാതെ അയാളെ കുറിച്ച് നല്ല കാര്യങ്ങൾ ഒന്നുപോലും പറഞ്ഞില്ല. സ്ക്രൂജ് വണ്ടേർഡ് ഹു ദാറ്റ് ബിസിനസ്മാൻ വാസ്. അപ്പൊ എന്താണ്, ഹു ദാറ്റ് ബിസിനസ്മാൻ വാസ്. അപ്പൊ സ്ക്രൂജ് പറഞ്ഞു, ഇങ്ങനെയും ഒരു ബിസിനസ്മാൻ, അത് ആരായിരിക്കും എന്ന് സ്ക്രൂജിന് അത്ഭുതമായി. ദ സീൻ ചേഞ്ച്ഡ്. അങ്ങനെ സീൻ മാറി അടുത്ത സീനിലേക്ക് വരുന്നു. ദ ഗോസ്റ്റ് ഷോഡ് ഹിം അനദർ റൂം. അപ്പൊ ഗോസ്റ്റ് വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയി. There on a bare bed beneath a torn sheet lay a body of a man. അവിടെ എന്താണ്, ഒരു ബെയർ ബെഡ് കിടക്കുന്നു. ബെയർ പറഞ്ഞാൽ ഒന്നും വിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതൊരു ബെഡ്, ഒന്നുമില്ലാത്തൊരു ബെഡ്. ബിനീത്ത് എ ടോൺ ഷീറ്റ്. അതെന്താണ്, ഒരു കീറിയ ഒരു ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ഷീറ്റ് മാത്രം ഉണ്ട്, കീറിയ ഷീറ്റ്. ലേ ദ ബോഡി ഓഫ് എ മാൻ. അതിന്റെ മേലെ ഒരു ബോഡി കിടത്തിയിട്ടുണ്ട്. ആസ് എ ഫേസ് വാസ് കവേർഡ്. പക്ഷെ അയാളുടെ മുഖം എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രൂജ് കുഡ് നോട്ട് സീ ഹിസ് ഫേസ്. അതുകൊണ്ട് തന്നെ ആ കിടക്കുന്ന ആളിന്റെ ഫേസ് കാണാത്തോണ്ട് എന്താണ്, സ്ക്രൂജ് കുഡ് നോട്ട് സീ ഹിസ് ഫേസ്. There was nobody watching over the dead man. ഇപ്പൊ ഫേസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണണം എന്ന്, അയാളുടെ ഫേസ് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് നോക്കുകയൊന്നും ചെയ്തില്ല. നോബഡി ക്രൈയിങ്. ഒരാൾ പോലും അയാളുടെ മരണത്തിൽ സങ്കടപ്പെട്ടില്ല. There was not a single person in sight. അയാളെ ഒരു നോക്ക് കാണാൻ പോലും ആരും വന്നില്ല. Spirit said, Scrooge, tell me who is that man was his covered face. Scrooge, ഇപ്പൊ പറയൂ, ആ കവർ ചെയ്തിട്ടുള്ള ആ കിടക്കുന്ന ആള് ആരാണ്? Lying dead on the bed. അയാൾ എന്താണ്, മരിച്ചിട്ട് അവിടെ കിടക്കുന്ന ആളിന്റെ ആരാണ്? Instead of replying, the ghost took him to a graveyard. അപ്പൊ സ്ക്രൂജ് ചോദിച്ചപ്പോൾ എന്താണ്, അതിന് മറുപടി പറയാതെ ഗോസ്റ്റ് എവിടേക്കാ കൊണ്ടുപോയത്? ഗ്രേവ്യാർഡിലേക്ക് കൊണ്ടുപോയി. ഗ്രേവ്യാർഡ് പറഞ്ഞാൽ എന്താണ്, ശവക്കല്ലറയൊക്കെ ശവക്കിടുന്ന സ്ഥലമില്ലേ, അതാണ് ഗ്രേവ്യാർഡ്. മനസ്സിലായോ? അപ്പൊ എന്താണ്, ആൻഡ് പോയിന്റഡ് ടു എ നെഗ്ലക്റ്റഡ് ഗ്രേവ്. അവിടെ എന്താണെന്ന്, ഒരു ശവക്കല്ലർ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ആരും പോവാതെയും അതിനെ എന്താണ് നെഗ്ലക്റ്റ് ചെയ്ത് വെക്കുക. മനസ്സിലായോ? അതിനെ എന്താണ്, മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് വെച്ചിട്ടുണ്ട്. വിച്ച് വാസ് ഓവർഗ്രോൺ വിത്ത് വീഡ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. മറ്റ് ശവക്കല്ലറെല്ലാം ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു ഇതിൽ മാത്രം എന്താണ്, അവിടെയൊക്കെ നിറയെ ചെടികളൊക്കെ വന്നിട്ട് ആരും അവിടെ നോക്കാനില്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ശവക്കല്ലറയിലേക്കാണ് ഈ ഗോസ്റ്റ് കൊണ്ടുപോയത്. It was clear nobody came to visit that grave or a place flowers there. അപ്പൊ നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരാൾ പോലും തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു ശവക്കല്ലറയാണ്. എല്ലാവരും എന്ത് ചെയ്യും, വൃത്തിയാക്കി പൂക്കളെല്ലാം വെച്ചു കൊടുക്കും. ആ ഓർമ്മ ദിവസങ്ങളിലെങ്കിലും അവിടെ എല്ലാം ക്ലിയർ ചെയ്ത് വെക്കും. പക്ഷേ ഈ ഇതില് ഒരാൾ പോലും അവിടെ തിരിഞ്ഞു നോക്കില്ല എന്ന് നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. സ്ക്രൂജ് bent down and read the name of the gravestone. അപ്പോഴാണ് സ്ക്രൂജ് എന്താണ്, ആ സ്റ്റോണിൽ എഴുതി വെച്ച പേര് വായിച്ചത്.
എന്താണ് പേര് വായിച്ചത്? ബെൻസർ സ്ക്രൂജ്. അത് ആരുടെ ശവക്കല്ലറയായിരുന്നു? സ്ക്രൂജിന്റെ തന്നെ കല്ലറയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അയാള് എന്താണോ ചെയ്തത് അതിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു കാഴ്ച ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് എന്ന് ആ സ്പിരിറ്റ് അയാൾക്ക് കാണിച്ചു കൊടുത്തത്. ഓക്കെ.